അയ്യോ, ഹലോ, ഷിബ പോലീസ്, ഷിബ പോലീസ്, ഷിബ പോലീസ്. നട്സ് വേണ്ട, വാൽനട്ട് മേടിച്ചു. അതാ ബുദ്ധിക്ക് മറുപടി. ദേ നോക്കി, ഇത് ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ. ദേ അവരൊന്നും ഓർമ്മയില്ല. ദേ ആ ആളെ മനസ്സിലായോ? ബിനുവിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ. ദേ ഇവരെയോ? ശ്രമിച്ചു നോക്ക്. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇല്ല. ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കേ. ഒന്ന് പോസേ സർ. ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട്. ബിനു ജനിച്ചു വളർന്ന സ്ഥലം. ഇവരൊക്കെ ആരാന്ന് ഓർമ്മയുണ്ടോ? ആരാ? അച്ഛനും അമ്മയും. ആ, അപ്പം ഓർമ്മ വരുന്നുണ്ട്. കണ്ട് പരിചയതാ. ആണോ? അച്ഛൻ്റെ പേരെന്താ? ദാസ്. ലക്ഷ്മി അമ്മ. ബിനുവിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ? അച്ഛനും അമ്മയും പുറത്തുണ്ട് സർ. ആണോ? അവരെ നോക്കി. ഓക്കെ സാർ. എന്നാൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. ആ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ? ആ, എടോ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട്. ഓക്കെ സാർ. ആഹാ, അവർ ഈ ടോയ്ലറ്റിലുണ്ട്. സോറി കേട്ടോ, ജെൻസിൻ്റെ ആണെന്ന് വിചാരിച്ചു. ജെൻസ് ആണല്ലോ. അല്ല, അത് ഒരു എമർജൻസിക്ക് കയറിയതാ. ആ, സാരമില്ല. ദാസാർ ഇവിടെ? ഇവിടെ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ. ദാസാറേ, ഇവിടെ വേണ്ട വേണ്ട, സമയം എടുത്തോ, തിരക്കില്ല. അല്ല, കഴിഞ്ഞെങ്കിൽ ഇറങ്ങിക്കോ, ഞാൻ പറഞ്ഞതോ എനിക്കൊന്നും വേണ്ട. ഇയാളും ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇതെന്താ? മൂത്രമൊഴിക്കാൻ വാഷ് ബേസിനിലോ? ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഓ, ഈ സാധനം ഇവിടെ ഇരിപ്പുള്ള ഇവനെന്തിനാ വാഷ് ബേസിന്? ഇതാരാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. തന്റെ ചെറുപ്പകാലം. ആ റൈറ്റിൽ നിൽക്കുന്ന ബിനു, ഇപ്പുറം നിൽക്കുന്ന ചേട്ടൻ. യഥാർത്ഥത്തിൽ ബിനുവിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ? വേണ്ടേ? വേണം, വേണം വേണം. തീർച്ചയായിട്ടും വേണം അല്ലേ? ആ, പക്ഷേ സാർ, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കണ്ടല്ലോ, പുറത്തുനിന്ന് സംസാരിക്കാം. അല്ല, നിങ്ങൾ സമയമെടുത്തോ, ഞാൻ ഇറങ്ങിയേക്കാം. ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും അതോടനെ എന്നെ അറിയിക്കണം. മനസ്സിലായോ? ശരി, എന്നാ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. വേടോ. ഇതാരാണെന്ന് മനസ്സിലായോ? നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള്. ദേ ഇത്. മനസ്സിലായില്ല. നിങ്ങൾക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണില്ലേ? ഇയാളെ അറിയാം. ആരെ? എന്നാ പറ, പേരെന്താ? പേരറിയില്ല. സാരില്ല, നമുക്ക് വേറെ രണ്ടൂന്ന് ഫോട്ടോസ് നോക്കാം. നോക്ക, ഇത്. കുഴപ്പമില്ല. എന്തായാലും അത്ര മനസ്സിലായില്ലേ? അപ്പൊ അത് ചെയ്യ്. വാ വാ വാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ദേ, ബിനു ഇയാളെ തിരിച്ചറിഞ്ഞു. അടിപൊളി. ഇയാളറിയാൻ നോക്കി. ഒന്ന് രണ്ട് തവണ ഇവൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. ഇയാളിപ്പോ എവിടെയുണ്ട്? ഇയാള് വിദേശത്ത് എവിടെയാണ്, കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയില്ല. ഓ, ഐ സി. എന്തായാലും ഇറ്റ്സ് എ ബെറ്റർ സൈൻ. ബിനു അവന്റെ ഓർമ്മയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ സൂചനയാണ്. സന്തോഷായില്ലേ? ആ, ദാ. ചേട്ടൻ ഇതല്ലാതെ വേറെന്തെങ്കിലും ഓർത്തെടുത്ത് പറഞ്ഞോ? വേറൊന്നും പറഞ്ഞില്ല. അമ്മ, നിങ്ങളെല്ലാവരും വേണമെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ. കുറേ ദിവസമായില്ല ഇവിടെ ഇങ്ങനെ. എനിക്കെന്തായാലും 2-3 ദിവസം ലീവുണ്ട്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? എല്ലാവരും ടയർഡല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി.
ഞാൻ സഞ്ജുവിനെ അയക്കാം. ആ ആ ഡോക്ടറോ വരൂ. ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. ശരി. രൂപേഷ് ഡോക്ടർ വിളിച്ചിരുന്നു. ബിനുവിന് ആരെയോ ഓർമ്മ വന്നു എന്ന് പറഞ്ഞല്ലോ. അതൊരു പോസിറ്റീവ് സൈനാണ്. സമാധാനമായല്ലോ. എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയണം, എന്നാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. പ്രശ്നമുണ്ട്. ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ? വാ. ബിനുചേട്ടനെ ശരിക്കും ഡോക്ടർക്ക് അറിയോ? പിന്നെ അതെന്താ അങ്ങനെ വെച്ചത്? ബിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ. എൻ്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസൻറ്റ്. ബിനുവിന് എന്താ കുഴപ്പം? ഈ ബിനുചേട്ടൻ എങ്ങനെ എക്സ്ട്രാ ഡീസൻ്റ് ആയെന്ന് ഡോക്ടർക്ക് അറിയോ? അല്ലെങ്കിൽ ദാസനോടൊന്ന് പറഞ്ഞുകൂടാന്ന് അവൻ അറിയില്ലല്ലോ. ആ ഇവരിറങ്ങായി. നിന്നെ കണ്ടില്ലെന്ന് പറയുമായിരുന്നു. പുള്ളിക്കാരൻ നല്ല തിരക്കിലാ. ഗിന്നസ് ബുക്കിൽ കയറാൻ പോവുകയല്ലേ. കേരളത്തിൽ PSC ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ. എത്ര തവണ എഴുതിയടാ? നിനക്ക് ഓർമ്മ കാണില്ല, പക്ഷെ എനിക്കറിയാം 39 തവണ. ഇനി എഴുതാൻ പറ്റൂല, കാരണം ഏജ് ഓവറായില്ലേ. ഇനി PSC ടെസ്റ്റിന്റെ പേര് പറഞ്ഞ് മുകളിൽ കഥ അവിടെ തിരിക്കാൻ പറ്റില്ല. എന്നോട് നാളെ മുതൽ ഷോപ്പിൽ വന്നേക്കണം, മനസ്സിലായ? അല്ല നിഷിമ എന്നാ യൂസഫ് പോന്നെ? അത് ഈ വ്യാഴാഴ്ച. അവൾ ഇന്നിപ്പോ ചെന്നൈയിൽ എത്തും. ഡാ നീ മോളെ കൂട്ടാൻ പോകുന്നില്ലേ? കാർ എടുക്കാൻ സഞ്ജു വരുമല്ലോ. എന്താടാ വായിക്കാത്ത? ഒന്നും മിണ്ടാത്ത? വായിക്കാത്ത എന്താന്ന്? എന്നോടാ ചോദിച്ചത്. ചോദിക്കമ്മ, ഇതിനോട് പലരോട് പറഞ്ഞില്ലേ ഇതൊന്നും വായിക്കാത്തിട്ട്? അതെ അതെ, എന്നാ ഞങ്ങള് ആ ശരി. വിലാസിനോട് അന്വേഷണം പറയണേ. ആയിക്കോട്ടെ. ഇതിന് ഒരു മാറ്റമില്ലല്ലോ. ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ ആരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യരുതെന്ന്. പേടിപ്പിച്ച് വളർത്തരുതെന്ന് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നതാ. അപ്പൊ എന്താ പറയാ, നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോവാൻ പാടില്ലെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഇവനേക്കാൾ പിന്നിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ആ സഞ്ജു വന്നല്ലോ. പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ എന്താ, ഫിനാലി വിറ്റ് 4 കാശുണ്ടാക്കുന്നുണ്ട്. കണ്ട് പടിയടാ. കൂടെ ഡ്രൈവിംഗ് പണിയെടുക്കുന്നു ഇവിടെ ഒരുത്തൻ. അമ്മേ, ഞാൻ 2 മിനിറ്റ് ലേറ്റായോ? വരുന്ന വഴി കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. ഡാ വിനു, ഇറങ്ങല്ലേ? ഇനി ലേറ്റാ നിഷിമയുടെ വായിരിക്കുന്ന കേണ്ടി കേട്ടോ. വണ്ടി ഇവനെ കൊണ്ട് തൊടിക്കല്ലേ? ഇല്ലച്ചാ, ഒന്ന് അനങ്ങി നടക്കടാ. എന്തിനാ എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ, വണ്ടി തുടിക്കാതെ എങ്ങനെ കൈ തെളിയുന്നത്?